അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരമ്പരയിൽപ്പെട്ടവരും വലിയ ആബിദും സൂഫിയും വലിയുമാണ് അബുൽ ഖാസിം റളിയല്ലാഹു അൻഹു. എന്നാൽ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ മഹാനവകൾക്ക് വല്ലാത്തൊരു മനപ്രയാസമായിരുന്നു. അതിനാൽ തന്നെ ഏകാന്തമായുള്ള ആരാധന അബുൽ ഖാസിം റളിയല്ലാഹു അൻഹുവിൻ്റെ ശീലമായി മാറി. മഹാപണ്ഡിതനായിരുന്നിട്ടും തനിക്ക് ലഭിച്ച അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ അബുൽ ഖാസിം റളിയല്ലാഹു അൻഹുവിന് തൻ്റെ വേറിട്ട സ്വഭാവം മൂലം സാധിച്ചില്ല. മഹാനവറുകളുടെ ഷെയ്ഖായ സരീഉസ് സഖ്തി റളിയല്ലാഹു അൻഹു പ്രസംഗിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും അബുൽ ഖാസിം റളിയല്ലാഹു അൻഹുവിന് കഴിഞ്ഞതേയില്ല. ആ ഇടയ്ക്ക് ഒരു രാത്രിയിലത ഖാസിം റളിയല്ലാഹു അൻഹുവിൻ്റെ കിനാവിലേക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരികയാണ്. എന്നിട്ട് വാത്സല്യത്തോടെ ഉപദേശിക്കുകയാണ്, മോനെ, നിങ്ങൾ പ്രസംഗിക്കണം. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട രാവ് മഹാനവകൾക്ക് ആനന്ദം സമ്മാനിച്ചുവെങ്കിലും ഞാൻ എങ്ങനെ ജനങ്ങളെ അഭിമുഖീകരിക്കും എന്ന ചിന്ത വല്ലാതെ മഹാനവകളുടെ അസ്വസ്ഥമാക്കുകയാണ്. നേരം പുലർന്ന ഉടനെ സ്വപ്നവിവരം തൻ്റെ ഷെയ്ഖിനോട് പറയാനായി അബുൽ ഖാസിം റളിയല്ലാഹു അൻഹു പുറപ്പെടുകയാണ്. കണ്ടപാടെ തന്നെ ഷെയ്ഖ് പറയുകയാണ്, ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ കേട്ടില്ല. ഇപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ വന്ന് പ്രസംഗിക്കാൻ പറഞ്ഞുലേ. ഇനി നിങ്ങൾക്ക് പറ്റില്ലെന്ന് പറയാൻ കഴിയില്ലല്ലോ. പോയി നന്നായി വയലു പറയൂ മോനെ. അന്നേരം ബേജാറോടെ ഖാസിം റളിയല്ലാഹു അൻഹു വിനയത്തോടെ പറയുകയാണ്, ഓ ശൈഖർവറുകളെ, 40 ആളുകളെ എൻ്റെ സദസ്സിലുണ്ടാകാവൂ, അതിൽ കൂടുതൽ ഉണ്ടാകരുത്. ഉണ്ടായാൽ എനിക്ക് പ്രസംഗിക്കാനാവില്ല. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശത്തോടെ സമ്മതത്തോടെ അബുൽ ഖാസിം റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ ആദ്യമായി പ്രസംഗിക്കാൻ തുടങ്ങുന്നു. വളരെ ഇഖ്ലാസുള്ള പ്രസംഗം. ഖാസിം റളിയല്ലാഹു അൻഹുവിൻ്റെ വാക്കുകൾ കേട്ട് സദസ്സിലുള്ളവർ നിർത്താതെ കരയുകയാണ്. പലരും അതാ ബോധം കെട്ട് വീഴുന്നു. മരണാനന്തര അവസ്ഥ ഓർത്ത് പേടിച്ച് ആ വീഴ്ചയിൽ ചിലർക്ക് ജീവൻ തന്നെ നഷ്ടമാകുന്നു. ജീവിതത്തിലെ ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ തൻ്റെ അനുയായികളുടെ ഹൃദയത്തിൽ അതിശക്തമായ ചലനം സൃഷ്ടിച്ച ആ മഹാപണ്ഡിതൻ ആരായിരിക്കും? ഗൗസുൽ ആദം റളിയല്ലാഹു അൻഹു അടക്കമുള്ള മശായിഖന്മാരുടെയും ഷെയ്ഖായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു തങ്ങളാണവർ. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വപ്ന നിർദ്ദേശം അനുസരിച്ച് ദീനി ദഅവത്ത് തുടങ്ങിയ തങ്ങളിലേക്ക് ആളുകൾ വല്ലാതെ ആകർഷിക്കാൻ തുടങ്ങുന്നു. മഹാനവർകളുടെ സ്വഭാവ പെരുമാറ്റങ്ങളും അറിവും ആ നാട്ടുകാരിൽ എന്തെന്നില്ലാത്ത ആവേശമായി മാറുകയാണ്. എന്നാൽ ചില അസൂയാലുക്കൾക്ക് ജുനൈദ് റളിയല്ലാഹു അൻഹുവിനെ ഉൾക്കൊള്ളാനാവുന്നില്ല. അവർ സ്വാധീനമില്ലായ്മ ചെയ്യാനുള്ള ശ്രമങ്ങൾ തുടങ്ങുന്നു. അതിനായി അവർ അന്നത്തെ രാജാവിൻ്റെ സവിധത്തിലേക്ക് പുറപ്പെടുകയാണ്. രാജസന്നിധിയിലെത്തിയ എതിരാളികൾ രാജാവിനോട് അങ്ങേയറ്റത്തെ സ്നേഹം പ്രകടിപ്പിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, ഓ മഹാരാജാവേ, ഖാസിം റളിയല്ലാഹു അൻഹു നിലപാട് തുടരുകയാണെങ്കിൽ ജനങ്ങളൊക്കെയും അദ്ദേഹത്തിൻ്റെ പിന്നാലെയാകും. അതോടെ നിങ്ങളുടെ അധികാരം നഷ്ടമാകും. അതിനാൽ ഇപ്പോഴേ എന്തെങ്കിലും നടപടി എടുത്തേ പറ്റൂ. എതിരാളികളുടെ വാക്കുകൾ കേട്ട രാജാവ് ചിന്താകുലനാകുന്നു. എങ്ങനെയാണ് ഇതിൽ നിന്നൊരു മോചനം നേടുക? ഖാസിം റളിയല്ലാഹു അൻഹുവിൻ്റെ ആത്മീയത തകർക്കാൻ എന്താണൊരു വഴി? പെട്ടെന്ന് രാജാവിനൊരു ബുദ്ധി തോന്നുകയാണ്. സുന്ദരിയും സുമുഖിയുമായ തൻ്റെ ദാസിയെ വിവാഹാഭ്യർത്ഥനവുമായിട്ട് ജുനൈദ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് പറഞ്ഞുവിടാം. അങ്ങനെ ഒരു വിവാഹം നടക്കുന്നതിലൂടെ ഖാസിം റളിയല്ലാഹു അൻഹുവിനെ ആത്മീയതയിൽ നിന്നും ഭൗതികതയിലേക്ക് കൊണ്ടുവരാനാകും. പിന്നീട് എല്ലാം എളുപ്പത്തിൽ സംഭവിക്കുകയാണ്. രാജാവ് തൻ്റെ ദാസിയെ വിളിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, ഓ പെണ്ണെ, ഏറ്റവും ഭംഗിയിൽ അണിഞ്ഞൊരുങ്ങി നീ ജുനൈദ് റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിലേക്ക് പോകണം. എന്നിട്ട് ഹലാലായ മാർഗത്തിലൂടെ നിന്നെ സ്വീകരിക്കാൻ ആവശ്യപ്പെടണം. തെറ്റിലേക്ക് ക്ഷണിച്ചാൽ മഹാനായ ജുനൈദ് തങ്ങളെ കിട്ടില്ലെന്ന് വ്യക്തമായി അറിയുന്ന രാജാവിൻ്റെ തന്ത്രമായിരുന്നു അത്. ഹലാലായ മാർഗത്തിലൂടെ വിവാഹം കഴിച്ചാലും ഭാര്യയോടൊത്തുള്ള ജീവിതം ഖാസിം റളിയല്ലാഹു അൻഹുവിനെ ആത്മീയതയിൽ നിന്നും പിന്തിരിപ്പിക്കുമല്ലോ എന്ന് രാജാവ് മനസ്സിലാക്കുകയാണ്. രാജാവിൻ്റെ കൽപ്പന അതേപടി അനുസരിച്ച ആ പെണ്ണ് മൊഞ്ചുള്ള വസ്ത്രം ധരിച്ച് സൗന്ദര്യം മൊത്തം പ്രദർശിപ്പിച്ച് ഖാസിം റളിയല്ലാഹുവിൻ്റെ അരികിലേക്ക് പോവുകയാണ്. ഖാസിം റളിയല്ലാഹു അപ്പോഴും ഇബാദത്തിൽ മുഴുകിയിരിക്കുകയാണ്. അരികിലെത്തിയ തന്നെ ഖാസിം റളിയല്ലാഹു ശ്രദ്ധിക്കുന്നില്ലെന്ന് മനസ്സിലാക്കിയ ആ പെണ്ണ് അവൾ വന്ന കാര്യം ബോധിപ്പിക്കുകയാണ്. മഹാനവർകളെ, നിങ്ങൾ എന്നെ നിക്കാഹിലൂടെ സ്വീകരിക്കണം. നിങ്ങളിൽ നിന്നും അറിവ് നുകരാൻ ഞാൻ വല്ലാതെ ആഗ്രഹിക്കുന്നു. ആരാണ് തന്നോട് ഈ സംസാരിക്കുന്നതെന്നറിയാൻ വേണ്ടി തിരിഞ്ഞു നോക്കിയ ഖാസിം റളിയല്ലാഹു അൻഹു ആകെ ഞെട്ടിപ്പോയി. തൊട്ടു ചാരയിത സുന്ദരിയായൊരു പെണ്ണ് നിൽക്കുന്നു. മഹാനവറുകൾക്ക് വല്ലാതെ ബേജാറാകുന്നു.
അവളോട് മറുത്തൊന്നും പറയാതെ കൽബറിഞ്ഞ് കണ്ണീരോടെ റബ്ബിലേക്ക് കരമുയർത്തുകയാണ്. യാ അള്ളാഹ്, ഈ കടുത്ത പരീക്ഷണത്തിൽ നിന്ന് എന്നെ നീ രക്ഷപ്പെടുത്തണേ. ദുആ തീരും മുമ്പേ ആ സ്ത്രീയത അവിടെ തന്നെ വീണ് മരണപ്പെടുകയാണ്. വിവരം രാജകൊട്ടാരത്തിലെത്തി. രാജാവ് ഉടനെ ജുനൈദ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്ക് പുറപ്പെടുകയാണ്. അരികിലെത്തിയ രാജാവ് അരിശത്തോടെ ചോദിക്കുകയാണ്, അല്ല ജുനൈദേ, നിങ്ങൾ ആ പെണ്ണിനോട് ഇത്രത്തോളം ക്രൂരത കാണിക്കുകയായിരുന്നു? രാജാവിൻ്റെ ചോദ്യം കേട്ട് ജുനൈദ് റളിയല്ലാഹു അൻഹു വേദനയോടെ തിരിച്ചു ചോദിക്കുകയാണ്, അല്ലയോ രാജാവേ, 40 വർഷത്തോളമായി റബ്ബിലേക്ക് അടുക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പാവപ്പെട്ട എന്നെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ച നിങ്ങൾ എന്നോടല്ലയോ ക്രൂരത കാട്ടിയത്? ഞാനോ അതോ നിങ്ങളോ തെറ്റുകാരൻ? ജുനൈദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചോദ്യത്തിന് മുന്നിൽ രാജാവ് ശരിക്കും പതറിപ്പോവുകയാണ്. തിരിച്ചൊന്നും പറയാനാവാതെ അദ്ദേഹം കൊട്ടാരത്തിലേക്ക് തന്നെ മടങ്ങിപ്പോകുന്നു. ഇതാണ് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകളുടെ ബർക്കത്ത് കൊണ്ട് നമ്മെ നന്നാക്കി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.